ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്ന് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നോക്കാം. അത് പഴയ മോഡലിലുള്ളതാണ്. അന്ന് സബ്ജക്റ്റ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ നമുക്ക് ആവശ്യമുള്ള, അതായത് ആ കാലത്ത് ആ മോഡൽ എന്ന് പറയുന്നത് അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. ജസ്റ്റ് ഒന്നൊന്ന് വായിച്ചു തരാം. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കൺസിഡറേഷൻ എപ്പോഴും ആരുടെ ഡിസൈറിനനുസരിച്ചിട്ടാണ് പോവുക എന്നുള്ളത്. പിന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ള കാര്യം. എ കോൺട്രാക്ട് ഇൻ വിച്ച് വൺ പേഴ്സൺ പ്രോമിസസ് ടു സേവ് അതർ ഫ്രം ദ ലോസ് സഫേർഡ് കണ്ടക്ട് ദ പ്രോമിസർ ഓർ എനി അതർ പേഴ്സൺ ഈസ് നോൺ ആസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണോ ഇൻഡംനിറ്റി ആണോ. പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ദ ലോസ് സഫർ എന്നാണ് പറഞ്ഞത്. ഉണ്ടാവുന്ന ലോസിൽ നിന്നും നമ്മളെ സഫർ ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയാണ് അവിടെ വരുന്നത്. അതേപോലെ ഏജൻസിയിൽ ഒരിക്കലും കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയിൽ ആവശ്യമില്ലാത്ത ആരാണ്? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഏജൻറ്റ്, നൺ ഓഫ് ദിസ് കൺസിഡറേഷൻ. പിന്നെ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇംപ്ലൈസ് ചെയ്യുന്ന ഡെലിവർ ദ ഗുഡ്സ് ആണോ, റീഗെയിൻ ദ പൊസിഷൻ ആണോ, റീറ്റെയിൻ ദ പൊസിഷൻ ആണോ, നെൻ ഓഫ് ദിസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സാധനം തിരിച്ച് പിടിക്കാനുള്ള അവകാശം, അതാണ് അവിടെ വരുന്നത്. എ റോങ് റെപ്രസെൻറ്റേഷൻ വെൻ മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡിസീവ് അതർ പാർട്ടി അമൗണ്ട്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുത്ത ക്വസ്റ്റ്യൻസ്. ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ആസ് സെക്യൂരിറ്റി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. പിന്നെ വന്നിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗുഡ്സ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഗുഡ്സിനെ പറഞ്ഞ പേരെന്താണ്. ഡാഷ് മീൻസ് എനി അലിഗേഷൻ ഇൻ റൈറ്റിംഗ് മെയ്ഡ് ബൈ കംപ്ലൈനൻറ്റ് വിത്ത് എ വ്യൂ ടു റിലീഫ് പ്രൊവൈഡ് ബൈ ദ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറം ഷാൽ ഹാവ് ദ ജൂറിസ്ഡിക്ഷൻ ടു entertain the complain the value of the goods or services under the compensation if any claimed rupees. എത്ര രൂപ വരെയുള്ള കേസുകളാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിലൊക്കെ നമ്മൾ നോക്കുന്ന ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു പഴയ മോഡലാണെന്ന് പറയാൻ കാരണം ജസ്റ്റ് അവിടെയൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി പാർട്ട് 2 ആണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻസ് പറയുന്നത് വാട്ട് ഈസ് വോയിഡബിൾ കോൺട്രാക്റ്റ്. അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അപ്പോൾ അത് ആ ഒരു മൂന്നാലിനുള്ളതൊക്കെ അവിടെ നമ്മൾ നോക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഉള്ളത്. പിന്നെ ജനറൽ ഓഫർ, ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 2, ആ ചോദിച്ചതിൽ തന്നെ പല പോയിൻറ്റ്സ് ഉള്ളതാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള പോയിൻറ്റ്സുകൾ നോക്കുക, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വോയിഡ് അതൊക്കെ കൂട്ടത്തിലൊന്ന് പഠിച്ച് വെക്കുക. ജനറൽ ഓഫർ എന്താണ്? ബൈലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ്. അപ്പോൾ ഇവിടെ ബൈലാറ്ററൽ മിസ്റ്റേക്കാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻഡംനിറ്റി ഹോൾഡറുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ബെയിൽമെൻറ്റ് എന്താണ്? ഡിഫൈൻ ചെയ്യാം. ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ച് വയ്ക്കുക. ഗ്യാരണ്ടി, ഷുവർട്ടി, വാട്ട് ഈസ് സ്പെസിഫിക് ഗ്യാരണ്ടി, സ്പെസിഫിക് ഗ്യാരണ്ടി എന്താണെന്നുള്ളത് ചോദിക്കണം. കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്താണ്? അതേപോലെ എഗ്രിമെൻറ്റ് ടു സെൽ എപ്പോഴും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സെയിലും അതേപോലെ എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുള്ളത്. എക്സ്പ്ലെയിൻ ദ ടേം കണ്ടീഷൻ ആൻഡ് വാറണ്ടി, പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് വാറണ്ടി, അല്ലെങ്കിൽ ഇംപ്ലൈഡ് വാറണ്ടി എന്താണ്? കണ്ടീഷൻ, സ്പെസിഫിക് കണ്ടീഷൻസ് എന്താണ്? ജനറൽ കണ്ടീഷൻസ്, തമ്മിലുള്ള ഡിഫറൻസുകൾ, അപ്പോൾ ആ ടേമൊക്കെ നന്നായി നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വിച്ച് ആർ ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതൊക്കെയാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ടിനെ റിഡ്രസ് ചെയ്ത് കിട്ടുന്ന ഏജൻസീസ് എന്ന് പറയുന്നത്? 3 ടയർ സിസ്റ്റം, ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലൊക്കെ വരുന്ന കൺസ്യൂമർ റിഡ്രസൽ ഏജൻസീസ്, ആ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി പാർട്ട് 3യിൽ ഷോർട്ട് എസ്സേസ് ആണ്. 6 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ കൺസെൻറ്റ്. എന്താണ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെൻറ്റ് എപ്പോഴാണ് നമുക്ക് സ്വമേധയാ കൊടുത്തൊരു സമ്മതമാണെന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് സമ്മതിക്കേണ്ട ആവശ്യം വരിക, അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിച്ചുകൊണ്ടൊക്കെ സമ്മതം വാങ്ങുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു കോൺട്രാക്റ്റിൽ നിലനിൽക്കാനുള്ള യാതൊരു സാധ്യതയില്ല, അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറില്ല നമുക്കറിയാം. കാരണം ആ കൺസെൻറ്റ് നമുക്ക് ഒരു ഫോഴ്സും ഇല്ലാതെ കിട്ടേണ്ടതാണ്. അപ്പോൾ എപ്പോഴാണ് ആ കൺസെൻറ്റ് ഫ്രീ ആണെന്ന് പറയുന്നത്? അതേപോലെ എന്തൊക്കെ റെമഡീസാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത്? കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ എലമെൻസുകളും ഉണ്ടോ നോക്കണം. അതേപോലെ അത് ലംഘിച്ച് കഴിയുമ്പോൾ ഉള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം
കാര്യങ്ങൾ നോക്കുക. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് അതിന് വേണ്ടത്, എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി ഏതൊക്കെയാണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ബ്രീഫ്ലി ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് എ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ലയബിലിറ്റി. നമ്മൾ ഷുവർട്ടി പറഞ്ഞാൽ എന്താണ്, ഒരു കോൺട്രാക്റ്റ് രണ്ട് ആളുകൾ തമ്മിലാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്നതിൽ തന്നെ അതിലിപ്പോൾ എയും ബിയും കാണിച്ചാൽ എ ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ അയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതിന് പകരം കൊടുക്കാൻ ഒരാൾ റെഡിയായി വരികയാണ് ആ ഒരു ഒബ്ലിഗേഷൻ ഡിസ്ചാർജ് ചെയ്യാൻ. അതാണല്ലോ ഷുവർട്ടി എന്ന് ഉറപ്പ് കൊടുക്കുന്ന ആൾ. അപ്പോൾ അവർക്ക് ആ ഒരു സർക്കംസ്റ്റൻസിൽ എങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തായിട്ട് ചെയ്യാൻ പറ്റുന്ന സർക്കംസ്റ്റൻസസിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബ്രീഫ്ലി ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഏജൻറ്റ് ടു ദ പ്രിൻസിപ്പൽ. ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചോളം പ്രിൻസിപ്പളിനോടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ. നെക്സ്റ്റ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലർ. അപ്പോൾ ബെയിലർ, ബെയിലി, അവരുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ബെയിൽമെൻറ്റ് 2 മാർക്ക് നമുക്ക് ബെയിൽമെൻറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കാം. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് സെയിൽ ഓഫ് ഗുഡ്സ് ബൈ നോൺ ഓണർ ഈസ് വാലിഡ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നും അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് സെയിൽ ഓഫ് ഗുഡ്സ് നോൺ ഓണർ ആണ് ചെയ്തതെങ്കിൽ അത് വാലിഡായി മാറുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ നാഷണൽ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ. അപ്പോൾ ഈ ഇവിടെ രണ്ടാമത്തെ പാർട്ടിലും വീണ്ടും കൺസ്യൂമർ റിഡ്രസലിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 2 മാർക്ക് പാർട്ട് 2ലും വന്നിട്ടുണ്ട്, രണ്ടാമത്തെ സെക്ഷനിലും, അതായത് ആദ്യം ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസിലും വന്നിട്ടുണ്ട്, രണ്ടാമത് ഷോർട്ട് എസ്സേയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഊന്നി പഠിക്കുക. നെക്സ്റ്റ് ലോങ് എസ്സേയിൽ ചോദിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോൺട്രാക്റ്റ്. ഒന്ന് എപ്പോഴും കോൺട്രാക്റ്റും അതിൻ്റെ എലമെൻറ്റ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റാണ്, അല്ല എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്ട്, എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻറ്റ്സ് അല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു വാദം അതെപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോൺട്രാക്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ കോൺട്രാക്റ്റിൻ്റെ നന്നായിട്ട് മനസ്സിലാക്കുക. ഡിഫൈൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഏജൻസി കോൺട്രാക്റ്റ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഏജൻറ്റ്, പ്രിൻസിപ്പിൾ, എന്തൊക്കെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ്, അങ്ങനെ ഒരു ഏജൻസി കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നവിടെ ആ ഒരു പോർഷൻ നന്നായി നോക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇംപ്ലൈഡ് കണ്ടീഷൻ. ഞാൻ ഓൾറെഡി ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞേ ഉള്ളൂ, എപ്പോഴും ഇംപ്ലൈഡ് കണ്ടീഷൻ വാറണ്ടി അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ തന്നെ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ 2 മാർക്കിനും 6 അതായത് പാർട്ട് 1ഉം 2ഉം 3യിലും ഒക്കെ എടുത്ത് ചോദിച്ച ഭാഗങ്ങളാണ്. അപ്പോൾ വീണ്ടും ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും ഏജൻറ്റ് പ്രിൻസിപ്പിൾ കോൺട്രാക്റ്റിൻ്റെ ആ ഓരോ കാര്യങ്ങളും അവിടെയൊക്കെ നല്ല ചാൻസ് കൂടുതലാണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്, ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളത്, എപ്പോഴും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, അത് പഠിച്ചു വയ്ക്കുക. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും പഠിക്കുക. കാരണം നമുക്ക് എക്സാമിന് ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ ഷെയർ ചെയ്യാൻ കാരണം ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന പേപ്പർ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്. പക്ഷേ പിന്നീടാണത് 2019 മുതലൊക്കെ അത് ബിസിനസ് റെഗുലേഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുകയും, പക്ഷേ ഓൾമോസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റൊക്കെ സെയിം തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.